ഞാൻ ഈ ചെടികളൊക്കെ ഇങ്ങനെ സെൽ ചെയ്യുന്ന ആളാണെന്ന് ചിലവരോടൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണെന്നോ, ഒറ്റയ്ക്ക് ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് പ്ലാന്റ് സെല്ലിംഗ് എന്നാണ്. പക്ഷേ ഈ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ മുതൽ ഒരുപാട് പേരുടെ ഹെൽപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ ഈ പ്ലാന്റ് സെല്ലിംഗ് ബിസിനസ് നല്ല രീതിയിൽ നടത്താൻ പറ്റുന്നത്. എൻ്റെ നിയർ ബൈ നഴ്സറി ഹെവൻലി ഗാർഡൻ അതിൻ്റെ ഓണർ ബിജാസ് എനിക്കൊരു മാൽപീജിയ പ്ലാന്റ് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പം നഴ്സറി എടുത്തായതുകൊണ്ട് അവർ സ്റ്റോക്ക് എടുക്കാൻ പോയപ്പം എനിക്കും ഹോൾസെയിൽ റേറ്റിൽ തന്നെ പ്ലാന്റ് കിട്ടി. ടോട്ടൽ 3 പ്ലാന്റാണ് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലുള്ള സാധനം കണ്ട അതാണ് കാർട്ടൺ പേപ്പർ. അപ്പോൾ അത് നമ്മൾ ആമസോണിൽ നിന്ന് വരുത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതുപോലെ പ്ലാന്റ് സെല്ലിംഗ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. പോസ്റ്റൽ വഴി അയക്കായാലും DTDC വഴി അയക്കായാലും ചില സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഉണ്ട് പാക്കിങ്ങിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സംഭവമാണ് കാർട്ടൺ പേപ്പർ റോൾ. പിന്നെ ഇപ്പം എൻ്റെ കയ്യിലുള്ളതാണ് ക്ലിഞ്ച് പേപ്പർ. ഏറ്റവും അത്യാവശ്യമാണ്. ഇതുപോലെ പാക്കറ്റിൽ വരുന്ന ചെടീനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഓവർ വെയ്റ്റ് അതൊക്കെ കൃത്യം ആയിരിക്കണം. 1 കിലോന് കൂടുതലുള്ളതിന് 1 കൊറിയർ ചാർജ്, അതിൻ്റെ അപ്പുറത്ത് ഇത്ര കൊറിയർ ചാർജ്. പക്ഷേ ആ മണ്ണൊക്കെ പാകത്തിനാക്കി ഈ പേപ്പർ കൊണ്ട്, ന്യൂസ് പേപ്പർ കൊണ്ട് ആദ്യം പൊതിഞ്ഞതിന് ശേഷം പിന്നെ ഈ ക്ലിഞ്ച് പേപ്പർ വെച്ചിട്ട് നന്നായി ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കടഭാഗം വേരൊന്നും അനങ്ങാതെ നമുക്ക് ഡെസ്പാച്ച് വരെ അതല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അത് അത്രയും നല്ലതായിട്ട് കിട്ടും. ഈ പേപ്പറാണ് ഞാൻ പറഞ്ഞ ക്ലിഞ്ച് പേപ്പർ. ആമസോൺ വഴിയാണ് നമ്മളിത് വാങ്ങുന്നത്. അപ്പോൾ എത്ര പ്ലാറ്റ്ഫോംസ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഈ സെയിലിൽ നിന്ന് ഇപ്പം. അതുപോലെ ഫ്ലൈറ്റ്, ഇപ്പം നമ്മൾ ഇത് പോസ്റ്റലായിട്ട് അയച്ചായാലും DTDC വഴിയായാലും ഇതൊക്കെ ഫ്ലൈറ്റിലാണ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകുന്നത്. പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ്സ് GPay, നമ്മുടെ പേയ്മെൻറ്റ് മോഡ് GPay. അടുത്തതായിട്ട് നമുക്ക് ഷോപ്സോ അങ്ങനെയുള്ള ഔട്ട്ലെറ്റ്സ് ഒന്നും ഇല്ല. പക്ഷേ എങ്ങനെയാണ് ആൾക്കാരെ നമ്മൾ അറിയിക്കുക, അതിന് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഓൾസോ. അപ്പോൾ ഡെയിലി നമുക്ക് സെയിലിനുള്ള പ്ലാൻസിൻ്റെ പിക്കും പ്രൈസും കൂടി നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് എങ്ങനെയാണ് ബയേഴ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് പ്ലേസിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അയക്കുന്ന ചെടികളുടെ ഗുണം, അതിൻ്റെ പ്രൈസിങ്, അതുപോലെ നമ്മുടെ സർവീസ് ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് എത്ര വേണമെങ്കിൽ വലുതാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ പ്ലാന്റ് സെല്ലിംഗ്. അപ്പം നിങ്ങൾ വിചാരിക്കണ്ട ഈ ഒരു നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ച് വളർത്തിയെടുത്ത് സെൽ ചെയ്താൽ അതൊരു വലിയ ബിസിനസ് ആക്കാൻ പറ്റുന്നില്ല, ഒരിക്കലും പറ്റില്ല. ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമുക്കത് സെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ ബിസിനസ് വളരുള്ളൂ. അപ്പോൾ ഒരു നല്ല വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമറാണെങ്കിൽ അവർക്ക് എല്ലാ തരം പ്ലാന്റ്സ്, വിത്തുകൾ, ചെറിയ സീഡ്ലിങ്സ്, ട്രീസിൻ്റെ സാപ്ലിങ്സ് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് സെല്ലേഴ്സ്, ഒരുപാട് ഫാംസ്, ഒരുപാട് നഴ്സറീസ് ഉണ്ട്. അപ്പം അവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിത്രയും ഒരു വലിയ രീതിയിൽ ഇത് കൊണ്ട് നടക്കാൻ പറ്റുന്നത്. ഒറ്റയ്ക്ക് തന്നെ എന്ന് പറയുമ്പോഴും എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത്രയും പേര് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ ബിസിനസ് വലിയ രീതിയിൽ നടത്തിക്കൊണ്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇളയും പൂക്കളെയും ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാ തരം സാധനങ്ങളും അതിൽ നമ്മൾ സെയിൽ പോസ്റ്റായിട്ട് വരുന്നതാണ്. ഈ അടുത്ത് നമ്മൾ തെങ്ങ് വരെ സെൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ അയക്കുന്ന രീതി, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.